നമ്മളിപ്പം ഫുജൈറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുജൈറ അൽബിദിയ മോസ്ക് കാണിച്ചു കൊടുക്കാൻ, പിന്നെ അവിടെ അല്ലുവിന് ഷീസ് പാർക്കിൽ കളിക്കണം അല്ലെ അല്ലു? ഷീസ് പാർക്ക് ക്യാമൽ ഉണ്ട് അത്ര. എന്റെ കഴിഞ്ഞത് മാറ്റ്. പിന്നെ പിന്നെ എവിടെയാണ് കോർഫുഖാൻ, പറ്റുമെങ്കിൽ ആംഫി തിയേറ്ററിൽ പോണം. അങ്ങനെ കുറച്ച് കോർഫുഖാൻ, ഫുജൈറ ഉപ്പാപ്പനെയും ഉമ്മാമനെയും കൊണ്ട് കറക്കാന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപ്പാപ്പയും ഉമ്മാമയും വന്നപ്പോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇവരിപ്പോ ഒരു 4 മാസമായി ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറെ കാലമായി വീഡിയോ എടുത്തിട്ട്. നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോ ഞാന് ഒരു ജൂലൈയിലോ മറ്റെടുത്ത വീഡിയോ ആണ്. പിന്നെ ഇതിന്റെ ഹൗസ് ഓഫ് വിസ്റ്റത്തിന്റെ വീഡിയോ. ഫുജൈറയിൽ നിന്നും 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അൽബിദിയ എന്ന കൊച്ചു ഗ്രാമത്തിലെത്തും. ഈ ഗ്രാമം ഇന്ന് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് അൽബിദിയ എന്ന കൊച്ചു പള്ളിയുടെ പേരിലാണ്. ഉപ്പാപ്പാനെയും ഉമ്മാമാനെയും ഒന്ന് ചുറ്റിക്കറക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പോകും വഴി കോർഫുഖാൻ വാട്ടർഫോളും അതേപോലെ ആംഫി തിയേറ്ററും കാണിച്ചു കൊടുത്തു. അൽബിദിയ എന്നത് വളരെ പഴക്കം ചെന്ന ഒരു പള്ളിയാണ്. 4 ചെറുമിനാരങ്ങളും നടുവിലൊരു തൂണുമാണ് ഈ പള്ളിക്കുള്ളത്. ഈ പള്ളി നിർമ്മിച്ച യഥാർത്ഥ വർഷം ആർക്കും അറിയില്ലെങ്കിലും ഫുജൈറ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയും അവരുടെ കണ്ടെത്തൽ പ്രകാരം 1446 AD എന്ന് പറയുന്നു. എന്നാൽ ചിലർ ഇതിന് അതിലും പഴക്കമുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. 600 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ വരച്ചു കാട്ടുന്ന ഉത്തമ ഉദാഹരണമാണ് അൽബിദിയ മസ്ജിദ്. സാധാരണ പള്ളികൾക്ക് ഒരു വലിയ മിനാരമാണ് ഉണ്ടാവുക. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അൽബിദിയക്ക് 4 വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചെറു മിനാരങ്ങളാണ് ഉള്ളത്. ഈ മിനാരങ്ങളെല്ലാം തന്നെ നടുവിലൊരു തൂണുമായി ചേർന്ന് ബന്ധിക്കപ്പെടുന്നു. പ്രാദേശികമായി ലഭിക്കാവുന്ന സാധന സാമഗ്രികൾ വെച്ചാണ് ഈ പള്ളിയുടെ നിർമ്മാണം എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതായത് വ്യത്യസ്ത വലിപ്പത്തിലുള്ള കല്ലുകൾ, മണ്ണുകൊണ്ടുള്ള ഇഷ്ടികകൾ, വെള്ള കുമ്മായക്കട്ടകൾ എന്നിവ. ചെറിയ ചെറിയ ജനാലകളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുവഴിയാണ് പള്ളിയിലേക്ക് കാറ്റും വെളിച്ചവും ലഭിക്കുന്നത്. പള്ളി നിൽക്കുന്നത് ദീർഘചതുരാകൃതിയിലുള്ള ചുമരിനാൽ ചുറ്റപ്പെട്ടാണ്. ഈ ചുമരും കല്ലും മണ്ണും അതുപോലെ വൈക്കോലും കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരു വശം കടലും മറുവശം മലയാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന അൽബിദിയ എന്ന കൊച്ചു ഗ്രാമം. കടൽ വഴി സഞ്ചരിക്കുന്നവർക്ക് ഇടത്താവളമായിരുന്നു ഈ ഗ്രാമമെന്നും പറയപ്പെടുന്നു. ഇങ്ങനെ എത്തിയിരുന്ന പോർച്ചുഗീസുകാർ ഇവിടെ അധിനിവേശം നടത്തിയിരുന്നു. മസ്ജിദിന് മുന്നിലായുള്ള ഈ കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട്. പണ്ടുകാലത്ത് കുടിക്കാനും വുളു എടുക്കാനും ഇതിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ലോകത്താകമാനമുള്ള പള്ളികൾ പരിശോധിച്ചാൽ ഇത്തരം നിർമ്മാണം കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പള്ളിക്ക് മുകളിലായി മലമുകളിൽ 2 നിരീക്ഷണ കോട്ടകൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ശത്രു സൈന്യത്തിന്റെ കടൽ വഴിയുള്ള നീക്കങ്ങൾ വിലയിരുത്താനാണിതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ചില വസ്ത്രമര്യാദകൾ പള്ളിയുടെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് കാണാം. കാലത്തിന്റെ കാലടികൾ പതിന നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ. വെള്ളിയാഴ്ചകളിൽ നമസ്കാരം നടന്നതിന്റെ തെളിവായി പ്രസംഗപീഠം കാണാം. ഇപ്പോഴും 5 നേരം നമസ്കാരം നിലനിൽക്കുന്ന അൽബിദിയ മസ്ജിദും പരിസരവും അത്രയും ഭംഗിയായും വൃത്തിയായുമാണ് ഇവിടുത്തെ ഗവൺമെന്റ് പരിപാലിച്ചു പോരുന്നത്. ആധുനിക യുഗത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാവാതെ പള്ളി തകർച്ച നേരിടാൻ തുടങ്ങിയപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയും ഫുജൈറ ഹെറിറ്റേജ് ആൻഡ് ആർക്കിയോളജി വിഭാഗവും സഹകരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പള്ളിയുടെ പ്രാചീന രൂപത്തിന് തെല്ലും പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുകയാണ് വരും തലമുറക്ക് വിസ്മയമേകാൻ. നമ്മള് ഷീസ് പാർക്കിൽ കയറിയിട്ടില്ലായിരുന്നു. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാന്ന് വിചാരിച്ചു. ബീച്ചിലൊന്നും പോകണ്ടെന്ന് ഉമ്മ പറഞ്ഞു, ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം മലമുകളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായി. അപ്പം നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് പോവാൻ പോവുകയാണ്. ഞങ്ങളിതാ സവാരിക്കിരിക്കിരിക്കുന്നത് തിരിച്ചത്.
പാപ്പയും മാമയും വരുന്നുണ്ട്. അല്ലുകുട്ടൻ ഇതാ ലിഫ്റ്റ് പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? എന്ത്? ഏത് കുപ്പി? വെള്ളത്തിന്റെ കുപ്പിയാ. ഇങ്ങനെ നമ്മൾ കുപ്പി വെള്ളം ഇവിടെ വെക്കാൻ വേണ്ടി മറന്നു. അപ്പോൾ മാമ അറിയോ, കുപ്പിയും വെള്ളവും വെച്ചതിനാൽ ആൾക്കാർ എടുത്തോണ്ടല്ലേ. ഇത് ദുബായ് ആണ്, ദുബായ്, നോട്ട് കേരള. കഫക്കാലിൽ പോയിട്ട് നല്ല പണി കിട്ടിയിട്ടുള്ളത്. ചുമ പിടിച്ചു, സൗണ്ട് പോയി, ജലദോഷം വന്നു, കോൾഡായി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. ആരുടെ അടുത്ത് നല്ല ചീത്ത കിട്ടി. എനിക്ക് ചുമ വന്നതിന് ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ?